ഭയം ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നവർ പിന്നീട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭയങ്കരമായ കാഴ്ചയാണ് നമ്മൾ കാണുക. ആ ഭയത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ അവർ യേശുവിനെ വധിക്കാം എന്ന് ആലോചിക്കുന്നതായിട്ട് വേദം സാക്ഷിക്കുന്നുണ്ട്. ഭയത്തിൻ്റെ മറ്റൊരു മുഖം കാണുന്നത് പത്രോസിലാണ്. ഉള്ളിലെ ഭയത്തെ മൂടി വയ്ക്കാൻ വേണ്ടി ചില ആളുകൾ ഇല്ലാത്ത ധൈര്യമൊക്കെ അഭിനയിക്കുന്നത് കാണാം. ചിലരങ്ങനെ ഉള്ളിൽ ഭയം കൊടുമ്പിരി കത്തുമ്പോഴും എനിക്കൊന്നിനെയും പേടിയില്ല എന്ന ആപ്തവാക്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവർ. അതുകൊണ്ടാവും നസ്രയത്തിലെ ആ ചെറുപ്പക്കാരൻ ശീമോനോട് പറയുന്നുണ്ട്, ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കൊഴിക്കുവാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കുവാൻ പ്രാർത്ഥിച്ചു. വിശ്വാസം ക്ഷയിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിൻ്റെ ശക്തിയും ചോർന്നു തുടങ്ങുന്നത്. ധൈര്യം ചോർന്നു പോയിട്ടും അത് പുറത്ത് കാണിക്കാതെ വീരനാണെന്ന് കാണിക്കാൻ വേണ്ടിയാകും അയാൾ വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ഭൃത്യൻ്റെ കാത് വെട്ടിയത്. അയാളുടെ ഭീരുത്വത്തെ ഒപ്പിയെടുത്തുകൊണ്ട് കർത്താവ് അയാളോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ വാള് ഉറയിലിടുക. പത്രോസിൻ്റെ ഭയത്തിൻ്റെ മറ്റൊരു ചിത്രം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അല്പം വേദനയോടെയാണ് അത് വായിക്കുക. യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പത്രോസ് അവനെ അകലങ്ങളിൽ കൂടി അനുഗമിക്കുന്നു, തള്ളിപ്പറയുന്നു. ഇതൊക്കെ ആ ഒരു ഭയത്തിൻ്റെ മറയിലാണ്.